ഗൈസ് എല്ലാവർക്കും വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നൊരു സാഡ് വീഡിയോ ആണ്. ഞങ്ങളുടെ 10 ഗോൾഡുകൾ ഞങ്ങളുടെ വലിയ ടാങ്കത്ത് ചത്തുപോയി. 1 2 അല്ല 10 ഞങ്ങൾക്ക് കറക്റ്റ് റീസൺ എന്താ അറിയില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ടാങ്ക് വെള്ളത്തിൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടായിരിക്കാം. അതെനിക്ക് കറക്റ്റ് റീസൺ അറിയില്ല. എനിക്ക് തോന്നുന്നത് അതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ആ വെള്ളം കുറച്ച് മാറ്റിയിട്ട് പുതിയ വെള്ളം നിറയ്ക്കും. എന്നിട്ട് ഞങ്ങൾക്ക് പറ്റുന്നത്തോളം ഞങ്ങൾ ക്ലീൻ ആക്കും. ഗോൾഡുകളിലൊക്കെ ഒരു ക്വാറന്റൈൻ ടാങ്കിൽ വെക്കും. പക്ഷെ അതിൽ കുറേ ഷാർക്കുകളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അപ്പോളോ ഷാർക്ക്, ആമസോൺ റെയിൻ ഫോറസ്റ്റിലുള്ള ചെറിയ ടൈപ്പ് ഷാർക്ക്. ചെറുതല്ല, ഭയങ്കര വലുതാണ്. പക്ഷെ അപ്പോൾ അവരിനെ ഞങ്ങൾ അതിൽ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ കുറച്ച് ഷാർക്കുകളിലൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് 10 ഗോൾഡ് ചത്തുപോയെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. ഇപ്പോൾ വേറെ ഒരെണ്ണം കൂടിയും ചത്തു. ഇത് 11th ഗോൾഡാണ്. അപ്പോൾ ഗൈസ് ഡാഡ താഴെ കിടക്കുന്ന ചെളി ഷവള് വെച്ചിട്ട് അത് എടുക്കാൻ നോക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ കാണുന്ന ഒരു ഗോൾഡാണ്. അപ്പോൾ ഡാഡ താഴെയുള്ള ചെളികൾ അത് ആ ഷവള് വെച്ചിട്ട് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഗൈസ് ആ ഗോൾഡ് ചത്തതാണ്. അപ്പോൾ ഞങ്ങൾ ആ ഗോൾഡിനെ ഞങ്ങൾ എടുത്തതാണ്. അപ്പോൾ ഡെഡ് 11th ഗോൾഡാണ്. ഭയങ്കര സാഡാണ്. നമ്മുടെ ഫിഷാണെങ്കിലും നമ്മുടെ പെറ്റ്സ് അല്ലേ. അപ്പോൾ സാഡ്നെസ്. അപ്പോൾ ഡാഡ കൈ വെച്ചിട്ട് ആ പ്ലാന്റ് കുറേയൊക്കെ ഡാഡ എടുക്കുകയാണ്. ഈ പ്ലാന്റ് അളവിൽ കൂടുതലായ നല്ലതല്ല എന്നാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. കുറച്ചൊക്കെ കുഴപ്പമില്ല, കൂടുതലാവരുത്. അപ്പോൾ നിങ്ങളുടെ അക്വേറിയത്തിൽ ഈ പ്ലാന്റ് ഇടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങളത് ക്ലീൻ ആക്കാൻ ശ്രദ്ധിക്കണം. ഗൈസ് അപ്പോൾ ഇത് ബക്കറ്റിലുള്ള ഗോൾഡും ഗപ്പികളും, ഇത് ഗപ്പികളുടെ ടാങ്കിലുള്ള ഗോൾഡുകൾ, ഇത് ഞങ്ങളുടെ ക്വാറന്റൈൻ ടാങ്കിന് മോളികളുള്ള ഇതിലത്തെ ഗോൾഡുകളാണ്. അപ്പോൾ ഡാഡ ഈ നെറ്റ് വെച്ചിട്ട് ഈ പ്ലാന്റ് ഇനിയും കളയാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അളവിൽ കൂടുതലാവരുത്, അത്രേ ഉള്ളൂ പ്രശ്നം. ഇതിന് ഒരു അമേരിക്കൻ എന്തോ ഒരു പേരാണ്, എനിക്ക് ആ പേര് കറക്റ്റ് അറിയാം. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത് അതൊരു ലൈവ് ഗോൾഡാണ്. അപ്പോൾ 8th ഗോൾഡ് 7 ബക്കറ്റിലുണ്ടായിരുന്നു. ഇത് 8th ഗോൾഡാണ്. അപ്പോൾ ഡാഡ ആ ഷവള് വെച്ചിട്ട് ചെളി കുറേയൊക്കെ എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ കുറേ ഭയങ്കര നാസ്റ്റി ചെളികളാണ്, നല്ലതല്ല. അപ്പോൾ ഗൈസ് അതൊരു ഷാർക്കാണ് ഇപ്പോൾ ചാടിയത്. അവൻ അവിടെ ചില്ല് ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾ ചെളി എടുക്കുന്ന സമയത്ത് അവനറിയാതെ തട്ടിയതായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ ആക്റ്റീവായിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ചാടിയത്. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഡാഡ ഈ ആ ഗ്രീൻ വെള്ളത്തിന് ഡാഡ ബക്കറ്റിലാക്കിയിട്ട് കപ്പ് വെച്ചിട്ട് അതിന് സ്കൂപ്പ് ചെയ്തിട്ട് പ്ലാന്റ്സിന് ഒഴിക്കുകയാണ്. വെള്ളം ഗ്രീൻ ആവട്ടെ, ബ്ലാക്ക് ആവട്ടെ, ഓറഞ്ച് ആവട്ടെ, വെള്ളത്തിൻ്റെ വാല്യൂ സെയിം അല്ലേ. അപ്പോൾ ആ ഹോസ് വെച്ചിട്ട് ഞങ്ങൾ കുറേയൊക്കെ ബാക്കിലേക്ക് പ്ലാന്റ്സിനൊക്കെ ഇടുന്നുണ്ട്, ബാക്കിലേക്ക്. അപ്പോൾ കുറേയൊക്കെ അത് ഞങ്ങൾ ബാക്കത്തെ പ്ലാന്റ്സിനാക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ലോ പ്രഷറിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വേഗം തീർക്കണമെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡാഡ ഈ ചെറിയ ബക്കറ്റ് വെച്ച് വലിയ ബക്കറ്റിലേക്ക് വെള്ളം ഇതാക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ കണ്ട പോലെ പ്ലാന്റ്സിന് വെള്ളമാക്കും. അപ്പോൾ ഗൈസ് ഈ ഇളക്കം ഷാർക്കുകൾ കാരണമാണ്. അപ്പോൾ ഡാഡ വെള്ളം എടുക്കുന്നതിൻ്റെ ഇടയിലും ഇതുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് ഷാർക്കുകൾ ഉണ്ടാക്കിയ ഇളക്കാണ്. പിന്നെ അവർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കുമ്പോൾ പിന്നെ ഡാഡ അത് എടുക്കുമ്പോൾ താഴേന്ന് വരുന്ന നാസ്റ്റി ചെളികളാണ്
മുകളിലേക്ക് വരുന്നത്. വേറെ ഒന്നുമല്ല, ചെളിയാണ്. പിന്നെ അവർ ഫുഡ് ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ അത് താഴെ ചീഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെയൊക്കെ ചെളിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഡാഡ കുറേയൊക്കെ പ്ലാന്റ്സ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങേ മുഖത്താണ് നമ്മൾ കൂടുതലും ഷാർക്കുകൾ നിൽക്കാറ്. ഈ സൈഡിലേക്ക് അങ്ങനെ വരാറില്ല. ഗോൾഡുകളാണ് ഈ സൈഡിൽ നിന്ന്. ലൈക്ക് 2 സ്ഥലമായിട്ടാണ്. അവിടെ ഷാർക്കുകൾ, ഇവിടെ ഗോൾഡുകൾ. അപ്പോൾ ഗൈസ്, അത് ഒരു ഷാർക്കാണ്. നമ്മുടെ മെഗലോഡോണിലുള്ള പോലെ ഷാർക്ക് നല്ല ഇങ്ങനെ വന്നിട്ട് അപ്പോൾ അവർ ജസ്റ്റ് ചില്ലിയാണ്. പക്ഷെ വെള്ളം കുറയുമ്പോഴാണ് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നത്. അവർ ചാടാൻ തുടങ്ങുന്നത്, ഭയങ്കര ചാട്ടമൊക്കെ തുടങ്ങാൻ പോകുന്നത് അപ്പോഴാണ്. അപ്പോൾ ഡാഡ ഈ വെള്ളം എടുത്ത് കളയാൻ നോക്കുകയാണ്. കളയല്ല, ചെടികൾക്ക്. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാർക്കുകൾ അവിടെ ഇങ്ങനെ നീന്തുന്നുണ്ട്. ആ ഇളക്കം ചെയ്യുന്നത് ഷാർക്കുകളാണ്. അതാ ഒരു ഷാർക്കിന്റെ ഫിന്നതാ ഇവിടെ ഒക്കെ ഷാർക്കുകളാണ്. അവൻ ചാടാൻ നോക്കിയാലും എന്താ ചാട്ടല്ലേ. 4 ഷാർക്കുകൾ ഒരുമിച്ച്. എന്താ ചാട്ടം. ഫോണിലേക്കൊക്കെ വെള്ളമാവുകയാണ്. അപ്പോൾ ഫുൾ ചെളിയാക്കി വെച്ചിരിക്കുകയാണ് ആൾക്കാർ. ഒന്നാമത് സണ്ണിൻ്റെ ലൈറ്റായിട്ട് ഗ്രീൻ കളറായി. ഇവർ എന്താ പറയുക, ഈ ഫുഡിൻ്റെ വേസ്റ്റ് അങ്ങനെ കുറേ അതൊക്കെ താഴെ വന്നിട്ട് അതൊക്കെ ഇളക്കി ഭയങ്കര ചെളിപൊളിയൊക്കെയാണ്. അപ്പോൾ ഷാർക്കുകൾ വെള്ളം കുറഞ്ഞുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ കളി കളിക്കുന്നത്. കാരണം വെച്ചാൽ അങ്ങോട്ടേക്ക് സ്ലോപ്പാണ്, ഇങ്ങോട്ടേക്ക് കയറ്റാണ്. അപ്പോൾ ഇവിടെ വെള്ളം കുറയുമ്പോൾ അവിടെ കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാകും അവർക്ക്. അപ്പോൾ ഇത് ഫുള്ള് വെള്ളം ഇതാക്കിയ പ്രശ്നം പറഞ്ഞാൽ ഇവരിനെ നമുക്ക് എങ്ങോട്ടേക്കും ആക്കാനില്ല. ഇവരെന്താ കളി. അപ്പോൾ ഈ വെള്ളം കുറഞ്ഞുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഹോസ് കാണുന്നില്ല, അങ്ങനെയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷാർക്കുകളൊക്കെ വെള്ളത്തിന് വേണ്ടി കരയാണ്. അവിടെ വെള്ളമുണ്ട്, പക്ഷേ ഇവിടെ വെള്ളം കുറവാണ്. അപ്പോൾ താഴെ വെള്ളം സ്കൂപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സ്നെയിലിനെ കണ്ടു. അപ്പോൾ ആ ബക്കറ്റിനുള്ളിലേക്ക് സ്കൂപ്പ് ചെയ്യുന്നതിന് വന്നതാണ് 2 സ്നെയിലാണ്. ഇതിൻ്റെ 4 ഉണ്ടായിരുന്നു. അതിന് ഒരെണ്ണമാണ്. അപ്പോൾ കാഴ്ച ഇവർ വിളയാട്ടാണ്. വെള്ളത്തിന് വേണ്ടി ഇവർ ഓടുകയാണ്, ചാടുകയാണ്, നീന്തുകയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നുണ്ടോ ഇത് എന്നാലൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. ഭയങ്കര അനക്കാണ്. അപ്പൊ ഗൈസ് ഡാഡ ടാങ്കിന്റെ ഉള്ളിലേക്ക് കയറി. കാരണം വെച്ചാൽ അവിടെ ഇനിയും പ്ലാന്റ്സ് ഉണ്ട്. ഡാഡയ്ക്ക് എത്താത്ത പ്ലാന്റ്സ് ഡാഡ ടാങ്കിന്റെ ഉള്ളിൽ കയറിയിട്ട് എടുക്കുകയാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഷാർക്കുകളെ കാണാൻ പറ്റുന്നുണ്ടാവും. അവര് ഇങ്ങോട്ടേക്ക് വരില്ല, അവർക്ക് പേടിയായി എന്താ സാധനം വന്നതെന്ന് അവർക്ക് അറിയാത്തോണ്ട്. അപ്പൊ ഡാഡ കുറെ പ്ലാന്റ്സ് ഒക്കെ എടുത്തു കളഞ്ഞു. ഇനിയും കുറച്ചൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ഇനി ഈ ടാങ്കിൽ ആ പ്ലാന്റ്സ് വളർത്തണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വളർത്താം, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ
സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഗൈസ് ഇത്ര വെള്ളം കൊണ്ട് തന്നെ അവര് കഷ്ടപ്പെടുന്നുണ്ട് നീന്താൻ. അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ തന്നെ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അത് കല്ലുകളാണ്. പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ ഷാർക്കുകളാണ്. അപ്പൊ ഗൈസ് ഡാഡ ഈ പ്ലാന്റ്സിന് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഡാഡ എന്തോ പൈപ്പ് പോലത്തെ സാധനം കണ്ടുപിടിച്ചു. അപ്പോൾ ഡാഡ അത് നോക്കുമ്പോൾ നമ്മുടെ പണ്ട് ഞങ്ങൾ വെച്ച എയറേറ്ററിൻ്റെ പൈപ്പാണ്. അത് അവിടെ ഇരിക്കുന്നത് നമ്മുടെ എയറേറ്ററിൻ്റെ ബബിൾ ഊതുന്ന സാധനമാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഞങ്ങളിപ്പോൾ ഇനിയും വെള്ളം നിറയ്ക്കുകയാണ്. അപ്പോൾ ഡാഡ ഒരു ഷാർക്കിനെ പിടിക്കാൻ നോക്കിയതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അവന് അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ആ ജയന്റ്. അപ്പോൾ ഇവനെക്കാട്ടും വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇവനാണ് ആ മറ്റേ ജയന്റ് അപ്പോളോ ഷാർക്ക്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ടാങ്കിന്റെ ടോപ്പ് വ്യൂ. അപ്പൊ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നു ഇവരുടെ ഹാപ്പി ആയിട്ടുള്ള ചാട്ടാണ് ഷാർക്കുകളുടെ. അപ്പൊ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഇത് ക്ലീൻ ആക്കാൻ കുറെ ട്രൈ ചെയ്തു. ഞങ്ങൾ 10 മിനിറ്റോളം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഡോണ്ട് ഗെറ്റ് ടു ലൈക്ക്, ഷെയർ, comment and subscribe bell icon മറക്കരുത്. ബൈ.